കർത്തന്റെ വചനം എഹെസ്കേൽ പ്രവാചകനിൽ കൂടെ വ്യക്തമാക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. കല്ലായുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തി അതിലേക്ക് കർത്താവ് തന്റെ ആത്മാവിനെ പകർന്നു തരുമെന്ന്. എന്തിനാ കർത്താവ് ഇത്രയും ശക്തിയോടെ ആ വലിയ പ്രവാചകനിൽ കൂടെ നമ്മളോട് ആലോചന പറയുന്നത്? കഴിഞ്ഞ കുറെ നാളുകളായി കെട്ട കാര്യങ്ങളെല്ലാം ചിന്തിച്ച് ഹൃദയം പാപപങ്കിലമായി, ഹൃദയത്തിനകത്ത് മുഴുവൻ വേസ്റ്റ് കുത്തി നിറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ ആയിരിക്കുന്ന സ്ഥാനത്ത് മറ്റുള്ളവർ പറഞ്ഞ കുത്തുവാക്കുകളും മറ്റുള്ളവർ പറഞ്ഞ നിന്ദാവാക്കുകളും പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയിരിക്കുമ്പോൾ മുഴുവനും ഉയർന്നു വരുന്നത് ഈ കെട്ട കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ കർത്താവിത വ്യക്തമാക്കുകയാണ്, നിന്റെ ഹൃദയത്തെ ഞാൻ പണിയാൻ പോകുകയാണ്. ആ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ തന്നെ നിന്റെ ശരീരം മുഴുവൻ ശോഭയുള്ളതായി മാറുവാൻ ഇടയാകും. ഇവിടെ കർത്തൻ ആലോചനയായി പറയുകയാണ്, പുതിയ ഹൃദയം നിന്ന് പുതിയ ആത്മാവിനെ പകർന്ന് നിന്നെ പുതിയ ശക്തിയോടെ ബലത്തോടെ നിർത്തുന്ന ഒരു നല്ല കർത്താവ്. ഒരു യാത്ര പോകുമ്പോൾ വസ്ത്രത്തിൽ പറ്റുന്ന അഴുക്ക് നമ്മെ പലപ്പോഴും അസ്വസ്ഥമാക്കാറില്ലേ? എന്നാൽ അതേ വസ്ത്രം തന്നെ ചില ദിവസങ്ങൾക്ക് ശേഷം നാം അലക്കി വൃത്തിയാക്കി മറ്റൊരു ഫംഗ്ഷന് ഏറ്റവും നല്ല കോൺഫിഡൻസോടെ ഇട്ടുകൊണ്ട് പോകുന്നത് പോലെ തന്നെ നിന്റെ ഉള്ളിലെ കെട്ട കാര്യങ്ങൾ മുഴുവൻ കുത്തി നിറച്ച ആ ഹൃദയത്തെ കർത്തൻ സ്പർശിച്ച് ശുദ്ധീകരിച്ച് നിന്നെ ശോഭയുള്ള വ്യക്തിയാക്കി മാറ്റുകയും കർത്താവ് നിന്നെ ഈ ദിവസങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ പോകുകയും ചെയ്യുന്നു എന്നുള്ള ഒരു സദ്വാർത്തയാണ് ഇന്ന് നിങ്ങൾക്ക് കൈമാറി തരുന്നത്. അതുകൊണ്ട് കർത്തനോട് പറ, കർത്താവേ, എന്നിലേക്ക് അവിടുന്ന് ഒന്ന് ഇറങ്ങി വന്ന് ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ വ്യക്തമായ വ്യത്യാസത്തെ പകർന്നു നിന്ന് അനുഗ്രഹിച്ചാട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.